പിന്നെന്താ പറയാ വേഗം കാര്യം കിട്ടാ നമ്മളിപ്പോ ഒരു പാട്ട് ഈ സെയിലിംഗ് കൊടുത്തു അല്ലെങ്കിൽ ഇവര് പാടുന്ന പാട്ടും അവര് പാടി വെച്ച പാട്ട് വേറൊരാള് പാടുമ്പോ അവർക്ക് വെയിറ്റ് അവരൊരു പാട്ട് ഒരു വരി കഴിഞ്ഞാൽ നിർത്തും അതില് ക്ലിയർ ആക്കി അടുത്ത വരി നിർത്തിട്ട് എന്നിട്ട് ഒന്നാക്കി കൊണ്ടുവരിക അവർക്ക് എല്ലാ ഭാഗവും ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിലത്തെ വരികളൊക്കെ ഒറ്റ ഇതില് ശരിയാക്കും മറ്റത് അങ്ങനെയല്ല അത് ശരി അതേ പറയാൻ കാരണം ഒരു വരിണ്ട് പാടിയിട്ട് ആ ഒരു വരിണ്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് പിന്നെ ആ വരി ഒന്നും കൂടി നോക്കി പോകും എന്നിട്ട് ശരിയാവും നോക്കും എന്നിട്ട് അടിക്ക അങ്ങനെ ഓരോ വരി വന്നിട്ട് ആദ്യം ഫസ്റ്റില് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ട് വന്നാൽ ഞാൻ പറഞ്ഞില്ല അതിനെ കൊണ്ട് ആദ്യം മുഴുവൻ പാടാൻ പറയും ഒന്നുമില്ലാണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ പ്ലെയിൻ ആയിട്ട് പാടിയതിൽ നല്ലതൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റും എന്നിട്ട് മ്യൂസിക്കിൽ കൊതുക്കും എത്ര ചിലപ്പോ ആ ഭാഗം അത്ര ക്ലിയർ ആക്കി പാടിയില്ല അത്രയും ക്ലിയർ ആണ് അതിലാ എൻഡിങ്ങിൽ അവസാനിപ്പിക്കുമ്പോ എൻഡിങ്ങിൽ മ്യൂസിക്കിൽ ഒതുക്കും കുറെ വട്ടം ചരിത്രം നോക്കില്ല അതാണ് ഈ സ്റ്റോപ്പിലേക്ക് കറക്റ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഈ കൂട്ടക്കലർച്ച വരുമ്പോ അപ്പൊ ഈ ഒന്ന് പിന്നാക്കടിക്കുന്നുണ്ട് കാരണം മ്യൂസിക് പിന്നാക്കം പോവാണേ അല്ലെങ്കിൽ മുന്നേ പോകും പിന്നെന്ന് പറഞ്ഞാല് എന്താ ഒരു മൂഡ് വരണം മൂടൊന്നൊക്കെ പക്ഷെ എന്നാലും എനിക്ക് ഒറ്റ ഒന്ന് കണക്ക് ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിച്ച ഈ മ്യൂസിക് മേലേക്ക് ശ്രദ്ധ പോയി മ്യൂസിക് മേലേക്ക് ശ്രദ്ധ കിട്ടണം ശരിക്കും മ്യൂസിക്കിന്റെ മുകളിലേക്ക് കിട്ടണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോട്ടോ സംഭവം ശ്രദ്ധ പോകും ഈ മ്യൂസിക് മേലേക്ക് കൊടുത്ത എന്റെ പാട്ട് എടുക്കുകയാണ് നോക്കണ എന്റെ പാട്ട് മാത്രം പോരാ എന്താണെന്നറിയോ അത് എന്റെ ആ ഫോൾട്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഞാന് പ്രോഗ്രാമിന് പോകുമ്പോ ഒരൊന്നും ബുക്ക് എഴുതിയ പാട്ടൊന്നും കൊണ്ടുപോയില്ല ഒരു പാട്ട് ഞാൻ കൊണ്ടുപോയില്ല അത് കാണാപ്പാട് പാടുക അപ്പൊ എന്നോട് അവര് പറഞ്ഞു ഇനി വരുമ്പോ പാട്ട് എഴുതണം പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഈ പാട്ട് എഴുതിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാല് ഇക്ക് കറങ്ങുക അല്ലെങ്കിൽ ഞാൻ അടുത്ത മ്യൂസിക് ശ്രദ്ധിക്കാണ്ട് എന്റെ മനസ്സ് പോകും അടുത്ത പറ്റിയ ഞാൻ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ മ്യൂസിക്കിന്റെ പാട്ടിന് ഞാൻ അടുത്ത പറ്റിയ നോക്കുക അപ്പൊ ആ പാട്ട് അല്ലെങ്കിൽ വരികൊളായ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യാലും വരികൊളായല്ലോ അത് നോക്കുമ്പോ അത് പോകും പക്ഷെ ഈ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മ്യൂസിക് നോക്കും അടുത്ത വരി ശരിക്കും അതിന്റെ ഇടയിൽ കണ്ടോട്ടോ നോക്കിയാൽ മതി മ്യൂസിക് പഠിച്ചാൽ മതി മ്യൂസിക് ആണ് അതിന്റെ മെയിൻ മ്യൂസിക് പഠിച്ചാൽ മതി അപ്പൊ നമുക്ക് അറിയാം മ്യൂസിക്കിന്റെ ഇന്ന വരി ഇന്ന മ്യൂസിക്കിന്റെ ഞാനെങ്ങനെ പാട്ട് പഠിക്കാന്നറിയോ ഞാന് മൊബൈലില് പാട്ട് കേട്ടു രാത്രി കിടക്കുമ്പോ ഹെഡ്സെറ്റ് വെക്കും ഒരു പാട്ടൊക്കെ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട് കാണാപ്പാടം പഠിക്കണം അതായത് അവര് പറഞ്ഞിട്ട് കാണാപ്പാടം പാട്ട് പഠിക്കും കാണാപ്പാടം പഠിച്ചിട്ട് എന്നിട്ട് ആ പഠിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അങ്ങോട്ട് കാക്കാണെങ്കിൽ ആക്കുക എന്നിട്ട് ഇപ്പൊ ഇന്ത്യയിലുള്ള ഫോട്ടോ ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കണ എഴുതിയിട്ട് ചെല്ലാൻ അല്ലാണ്ട് വരില്ല വെച്ചാല് എഴുതാണ്ട് സംഭവം കുഴപ്പമൊന്നുമില്ല ഇന്ത്യയിൽ ഫോൾട്ട് ഒന്നുമില്ല എന്നെ കൊണ്ട് 2 പാട്ടൊക്കെ അവർ കൂടുതൽ പഠിപ്പിച്ചു അതൊക്കെ നല്ലതായി അതല്ല വെച്ചാല് മ്യൂസിക് പോകുമ്പോഴേ കാരണം അത് അവര് ചെയ്യുന്നതല്ലേ നമ്മള് ഒരു ഇത് വരുന്നില്ല അപ്പൊ അവര് എന്ത് ചെയ്യണം ആ സാധനം വെച്ചിട്ട് പുറമലത്തെ കാര്യം ചിന്തിക്കണ്ട കേട്ടോ ഇപ്പോഴും നമുക്ക് നമ്മുടെ മ്യൂസിക് വേറൊന്നും നമ്മുടെ ശരീരത്തിൽ വന്ന് പതിക്കണം പാട്ടിന്റെ വരിയിൽ ഇരിക്കുമ്പോ തന്നെ നമുക്കറിയാം അത് ഇതെന്താ ഈ ലൈറ്റ് പിടിച്ചിരിക്കുന്നത് ക്യാമറ ഫോട്ടോ എടുക്കല്ലാതെ വീഡിയോ ഈ വർത്താനം പറയുന്നത് പാട്ടൊക്കെ എടുത്തിണ്ടാവും റിയാസ് വലിയ ഗായകൻ പറയണ്ടേ എത്തുകട മെയിൻ എത്തുകടാണ് എത്തുകട മെയിന് ക്ലാസ് എത്തുകട ക്ലാസ് മെയിന് എന്താ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കൂടുതല് അനക്ക് ഈ മ്യൂസിക്കിന്റെ മുകളിൽ നന്നായിട്ട് എടുത്തോ അതല്ലാണ്ട് ഈ പുറമേലത്തെ ചിന്ത കൊടുക്കണ്ട ഇത് ഈ പാട്ടും മാത്രം പോയാ പോരെ നമ്മള് ആയിക്കോട്ടെ അത് കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തോ